ജിൻഡോ ബ്രോ, ഇപ്പം ഓരോരോ സന്തോഷങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സിനിമ, ഇപ്പം ഉദ്ഘാടനങ്ങൾ, ഇനിയും സ്പെഷ്യലായിട്ടുള്ളൊരു സന്തോഷം അവിടെ വരാനുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സ്പെഷ്യലായിട്ട് സന്തോഷം പറഞ്ഞാൽ മാരേജാണ്. അതാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കാൻ പോകുന്നത്. സെപ്റ്റംബറിൽ കല്യാണം ഉണ്ടാവും. അതിൻ്റെക്കാണ് കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം നമുക്കിവിടെ അവളുടെ പോരുന്ന ഡേറ്റ് ഫിക്സ് ആയുള്ള എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, അതൊന്ന് തീരണം. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ മറ്റേ ഫിലിംസിൻ്റെ ഷൂട്ടാണ് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചാൽ. പുള്ളിക്കാരിയൊക്കെ പുള്ളിക്കാരി വർക്ക് ചെയ്യണം നേഴ്സായിട്ട്. നേഴ്സിലാണ്. നിങ്ങൾ 3 വർഷമായി പരിചയമായിട്ട്. മാട്രിമോണിയിലാണ് ആദ്യം കാണുന്നത്. എന്നിട്ട് പിന്നെ പരിചയമായി. 1 വർഷം സംസാരിച്ചു. തീർച്ചയായിട്ടും കല്യാണം ആലോചിക്കണ്ടായിരുന്നു. കല്യാണം ആലോചിച്ച് ഞാൻ കുറേ ഒരു കുട്ടീനെ പെണ്ണ് കാണാൻ വരെ പോയായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമുക്ക് 1 വർഷത്തോളം നമ്മൾ ആളായിട്ട് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ഡീലിലെത്തിയിട്ട് നമ്മൾ കല്യാണത്തിന് മൂവ് ചെയ്തു. പ്രണയം സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ടാളും വൈബ് ഒരുപോലെയാണ്. എൻ്റെ കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ഒന്ന് ചൂടാവുകയാണെങ്കിലും അവൾ തിരിച്ചു ചൂടാവില്ല. തവണത്ത് തിരിച്ച് അവൾ ചൂടാവുകയാണെങ്കിലും ഞാൻ സൈലൻ്റാണ്. അങ്ങനെയാണ് കൂടുതൽ മനുഷ്യർ സക്സസ് ആവുക. രണ്ടാളും ഒരേ വൈബിൽ നിൽക്കുമ്പോൾ എപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. കാരണം പിന്നീട് നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ഡൈവോഴ്സ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. കാരണം മാക്സിമം ബെറ്ററായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ആൾ അമേരിക്കയിൽ പോലും നമുക്ക് ഇത്രയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുള്ളൂ. അങ്ങനത്തെ ആളാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ ഒരു ദൈവ ഭക്തിയിൽ ജീവിക്കുന്ന ഒരാളാണ്. സെക്കൻഡ് മാരേജാണ്. ഒരു മോളുണ്ട്, നക്ഷത്ര. ആളിപ്പോൾ 5th. നിങ്ങളാണെങ്കിൽ ഈ ഒരു ബന്ധം ജിൻഡോ ആണെങ്കിൽ ഇപ്പോഴല്ലേ ഒരു ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറും. അപ്പോൾ ഇതിന് മുമ്പാണെങ്കിൽ ജിൻഡോ അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല, ഇത്ര ഫെയിം അല്ല. അപ്പം അവരുടെ വീട്ടുകാർക്കൊക്കെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇത്? അവർ വീട്ടുകാർക്ക് ആദ്യമേ ഇപ്പോഴായാലും വലിയ താല്പര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവിടെയുള്ള ആൾക്കാരോട് കെട്ടിക്കണമെന്നാണ് അവർക്ക് കൂടുതൽ ആഗ്രഹം. US തന്നെയുള്ള ആൾ കെട്ടിക്കണം ആഗ്രഹം. പക്ഷേ അവർക്ക് ഞാൻ മതി എന്നുള്ള പിടിപാടിൽ എത്ര മാരേജ് വന്നാലും ആൾ ഇങ്ങനെ മാറ്റി വിടും. ഞാനും ഇങ്ങനെയായിരുന്നു. വേറെ കല്യാണം കണ്ടാലും മാറ്റി വിടാറ്. വീട്ടുകാർക്ക് ഇപ്പോഴും എതിർപ്പുണ്ടോ? ചിലർക്കൊക്കെ ഉണ്ട്. അത് ആർക്കും എതിർപ്പെടാനും കാര്യമില്ല. ഇതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്തത്? അത് നമ്മളിപ്പോൾ നമുക്ക് രണ്ടാൾക്കും പ്രായപൂർത്തിയായ ആൾക്കാരുള്ളൂ. നമുക്ക് എന്തായിരുന്നാലും ഒരു സ്വയം തീരുമാനം എടുക്കാനുള്ള ഇതുണ്ടല്ലോ. ആരും വേറൊരു മാരേജിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ്. ബിഗ് ബോസിന് ഇറങ്ങിയിട്ടുള്ള വിശേഷം എന്തൊക്കെയാണ്? നല്ലൊരു വിശേഷം എന്ന് പറയാൻ വിശേഷം എന്ന് പറഞ്ഞാൽ കിട്ടി കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായില്ലായിരുന്നല്ല. അത് അതിലും കൂടുതൽ ഉപരി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഫിലിം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ മാരേജ് നമ്മൾ ഫിലിം ചെയ്യുന്നുള്ളൂ. കാരണം ആൾക്ക് വന്നാലൊരു 2-4 ആഴ്ച ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതിനിടയ്ക്ക് അഭിനയമൊക്കെ ചെറുതായിട്ട് പോയി പഠിക്കുന്നുണ്ട്. ഇപ്പം അഭിനയം പഠിക്കുന്നുണ്ടോ ഇപ്പം? ചെറുതായിട്ടൊക്കെ. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ, അതോ US-ലോട്ട് പോകാനാണ്? ഇല്ല, ഞാൻ എന്തായാലും US-ലോട്ട് ഇപ്പോൾ പോകില്ല. അപ്പോൾ അവിടുത്തെ പേപ്പർ വർക്ക് നമുക്ക് നടത്തണമെന്ന് എനിക്ക് 1.5 വർഷം വേണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ US-ൽ തന്നെ ഫ്യൂച്ചർ അവിടെ സെറ്റിൽ ചെയ്യാനുള്ള പ്ലാനാണ്. അത് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കിത് പ്രവചിക്കാൻ ഇപ്പോൾ പറ്റാൻ പറ്റില്ല ചെറുതായിട്ടാണ്. കാരണം എനിക്കിവിടെ ഒരുപാട് പിന്നെ സെൻ്റർ ഉണ്ട്, ഒരുപാട് കമ്മിറ്റ് ആയിരിക്കുന്ന കുറേ പ്രൊജക്റ്റ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് ആളായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊക്കെ ഇതിനും തയ്യാറാണ്. ഒരു നല്ല ഫ്ലെക്സിബിൾ ഉള്ള. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ് കല്യാണത്തിന് ശേഷം? ഫ്യൂച്ചർ പ്ലാൻസ് പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറയുക, നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതാണ് മെയിനായിട്ട് ചിന്തിക്കുന്നത്. കാരണം ഇനിയൊരു ഡൈവോഴ്സ് ചെയ്യാതിരിക്കാൻ നമ്മളങ്ങനെ ജീവിക്കാൻ പോകണം. ആദ്യ ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഇപ്പോൾ ഓർക്കുമ്പം? ഞങ്ങൾ 2 പേരിൽ തെറ്റുണ്ട്. 2 പേരിൽ മാത്രമല്ല, ഒരാൾ ഡൈവോഴ്സ് ആകുമ്പോൾ 2 പേരിൽ തെറ്റുണ്ടാവും. തീർച്ചയായിട്ടും. പുള്ളിക്കാരി രണ്ടാമത് വിവാഹം കഴിച്ചായിരുന്നു? ഇല്ല, ആൾ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. പുള്ളിക്കാരി ഈ വിവാഹത്തിന് വിളിക്കും? പിന്നെ തീർച്ചയായിട്ടും
അത് കുഴപ്പമില്ലാത്ത ആളാണ്. ഫുൾ മീൻസ് കാരണം നമ്മൾ സന്തോഷമുള്ള മീൻസ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങൾ മ്യൂച്വൽ ഡൈവേഴ്സാണ്, അല്ലാതെ അടിയുണ്ടാക്കി ഡൈവേഴ്സ് ചെയ്തുള്ളതാണ്. ഡൈവേഴ്സാണ്. എല്ലാം അങ്ങനെ വയ്ക്കണേ. ആരും വിളിച്ചില്ല, അവരെ വിളിക്കാതിരിക്കില്ല. അവർ ഞങ്ങൾ 100 ദിവസം വിളിച്ച് താമസിച്ച ആൾക്കാരല്ലേ. നമ്മുടെ എൻ്റെ അനിയത്തിമാരൊക്കെയാണ് അവർ. ഒരിക്കലും ഒഴിവാക്കില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു.